ഹായ്. ഇന്ന് ഇന്ത്യ-ന്യൂസിലൻഡ് രണ്ടാം ഏകദിനം രാജ്കോട്ടിൽ നടന്നു. ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂസിലൻഡ് ഈ സീരീസിൽ ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാച്ച് എന്തായാലും ഒരു സീരീസ് ഡിസൈഡർ ആയിരിക്കും. ടോസിൻ്റെ ഭാഗ്യം കിട്ടിയത് ന്യൂസിലൻഡിനായിരുന്നു. ന്യൂസിലൻഡ് ടീമിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ജെയ്തൻ ലെനോക്സ് എന്ന സ്പിന്നർ ഇന്ന് അരങ്ങേറി. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. അങ്ങനെ മൊത്തം 3 സ്പിന്നറുമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇന്ന് സെക്കൻഡ് വൺഡേയിൽ ന്യൂസിലൻഡ് കളിക്കാൻ ഇറങ്ങിയത്. ഇന്ത്യൻ ടീമിലാകട്ടെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ന് കളിച്ചത്. ഇന്ത്യക്ക് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് നൽകിയ ഒരു സൂപ്പർ തുടക്കമായിരുന്നു. 70 റൺസ് ഉള്ളപ്പോഴാണ് രോഹിത് ശർമ്മ ഔട്ടാവുന്നത്. അവിടെ നിന്ന് ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും കൂടെ കളി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചപ്പോൾ 99ാമത്തെ റൺസിൽ ശുഭ്മാൻ ഗിൽ ഔട്ടായി. പിന്നെ ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു. ന്യൂസിലൻഡ് സ്പിന്നേഴ്സ് ഇന്ന് അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. അവരുടെ ജെയ്ഡൻ ലെനോക്സ് 1 വിക്കറ്റും ക്ലാർക്ക് 3 വിക്കറ്റും ബ്രൈസ്വെൽ 1 വിക്കറ്റും നേടി. അങ്ങനെ ഇന്ത്യയുടെ മധ്യനിരയെ അവർ നല്ലതുപോലെ പിടിച്ചു കെട്ടി. പിന്നെ KL രാഹുലിൻ്റെ ഒരു തകർപ്പൻ ഇന്നിങ്സാണ് നമ്മൾ കണ്ടത്. KL രാഹുലിൻ്റെ 8ാമത്തെ സെഞ്ചുറി ആയിരുന്നു ഇന്ന് രാജ്കോട്ടിൽ പിറന്നത്. പൊതുവെ 6ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന KL രാഹുൽ ഇന്ന് 5ാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. KL രാഹുൽ രവീന്ദ്ര ജഡേജയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും ഹർഷിത് റാണയെയും സിറാജിനെയും കൂട്ടുപിടിച്ച് ലാസ്റ്റ് ഓവറുകളിൽ ഇന്ത്യക്ക് വേണ്ടി തകർത്തടിച്ചു. അങ്ങനെ ഇന്ത്യൻ സ്കോർ 284 50 ഓവറിൽ. 284 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ ന്യൂസിലൻഡിന് 2 വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായി. ഹർഷിത് റാണയും പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യക്ക് നല്ലൊരു തുടക്കം നൽകി. വില്യങ്ങും ഡാരൻ മിച്ചലും ചേർന്ന് 3ാമത്തെ വിക്കറ്റിൽ 164 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. യങ് 87 റൺസും ഡാരൻ മിച്ചൽ 131 റൺസും നേടി. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ എപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഡാരൻ മിച്ചൽ അത് ഇന്നും കണ്ടിന്യൂ ചെയ്തു. കഴിഞ്ഞ 10 മാച്ചസിൽ നിന്ന് 600-ന് മുകളിൽ റൺസാണ് അദ്ദേഹം നേടിയത്. 95 സ്ട്രൈക്ക് റേറ്റും, അതിൽ 3 സെഞ്ചുറി ഉൾപ്പെടെയുണ്ട്. ഇന്ത്യൻ സ്പിന്നേഴ്സ് കുറേ ട്രൈ ചെയ്തെങ്കിലും ഡാരൽ മിച്ചലിൻ്റെ വിക്കറ്റെടുക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് 2 ചാൻസസും ഇന്ത്യ നഷ്ടപ്പെടുത്തി. ഒരു റൺഔട്ട് ചാൻസും ഒരു ക്യാച്ചും. ഇന്ത്യൻ പിച്ചുകളിൽ പൊതുവെ ഇന്ത്യ എപ്പോഴും 3 സ്പിന്നർമാരുമായിട്ടാണ് കളിക്കാൻ ഇറങ്ങാറ്. പക്ഷേ ഇന്ന് വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഇന്ത്യ ഇറക്കിയത് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു ആസ് എ ബാറ്റിംഗ് ഓൾറൗണ്ടർ. പക്ഷേ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു. കാരണം ന്യൂസിലൻഡ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ എറിഞ്ഞു നിർത്തിയത് മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെ ഉപയോഗിച്ചായിരുന്നു. ന്യൂസിലൻഡ് 3 സ്പിന്നർമാരുമായിട്ട് ഇറങ്ങിയപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് 3 സ്പിന്നേഴ്സിനെ ഇറക്കിയില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 15-അംഗ സ്ക്വാഡിൽ പോലും ഒരു മൂന്നാമതൊരു പ്രൊഫഷണൽ സ്പിന്നർ ഇല്ല എന്നുള്ളതാണ്. വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു ആ സ്പിന്നിങ് ഓപ്ഷൻ. വാഷിംഗ്ടൺ സുന്ദറിന് പരിക്ക് പറ്റിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടുത്തിയത് ആയുഷ് പദോനിയെയാണ്. ആയുഷ് പദോനിയെ ഉൾപ്പെടുത്തിയതിൻ്റെ കോൺട്രവേഴ്സറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അക്സർ പട്ടേലിനെ ആയിരുന്നു ഇന്ത്യ ടീമിൽ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാച്ചിൽ അക്സർ പട്ടേലിനെ കളിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒരു ബൗളിങ്ങിൽ ഒരു ഓപ്ഷനും കൂടെ ആയിരുന്നു. ചിലപ്പോൾ ഇന്ത്യ ഇന്നത്തെ മാച്ചിൽ ജയിക്കുകയും ചെയ്തേനെ. ഇന്നത്തെ മത്സരത്തിലെ വേറൊരു പ്രത്യേകത എന്നുള്ളത് വിരാട് കോഹ്ലി വീണ്ടും നമ്പർ 1 ബാറ്റ്സ്മാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു വൺ ഡേ റാങ്കിങ്ങിൽ. വിരാട് കോഹ്ലി ലാസ്റ്റ് കളിച്ച 10 ഇന്നിങ്സിൽ വിരാട് കോഹ്ലിയുടെ ആവറേജ് 75+ ആണ്. സ്ട്രൈക്ക് റേറ്റ് 100 അബോവ്. ആൾറെഡി T20 നിന്നും ടെസ്റ്റ് മാച്ചസിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് കാണാൻ ഇന്ത്യൻ ആരാധകരെല്ലാം ഇന്ത്യയുടെ ഒരു വൺ ഡേ മാച്ചിനായി കാത്തിരിക്കുമ്പോഴാണ് വിരാട് കോഹ്ലിയുടെ ഒരു കംബാക്ക്. 2025-26 വിരാട് കോഹ്ലി കളിച്ചത് 10 ഇന്നിങ്സാണ്. അതിൽ 577 റൺസ് നേടി. 72-ന് മുകളിലാണ് ആവറേജ്. അതിൽ 4 50യും 2 സെഞ്ചുറിയും ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നല്ല ഫോമിലാണ് വിരാട് കോഹ്ലി കളിക്കുന്നതെന്നുള്ളത്. ഇന്ന് പുറത്തു വന്ന ICCയുടെ ലേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ റാങ്കിങ്ങിൽ വിരാട് കോഹ്ലി 785 പോയിൻറ്സുമായിട്ട് 1ാം സ്ഥാനത്തുണ്ട്. തൊട്ടുപുറയിൽ ഇന്നത്തെ സെഞ്ചുറിയൻ ഡാരൽ മിച്ചലും ഉണ്ട്, 784 പോയിൻറ്റ്സ്. 3ാം സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ പിന്തള്ളപ്പെട്ടു. വേറൊരു മാച്ചിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.